എന്റെ ഭാര്യ ശാലിനി വിഷ്ണു, ജില്ലാ കളക്ടർ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്നാലേ ഈ ജില്ലാ കളക്ടറിന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ അന്വേഷണ ഫലമായിട്ട് നമ്മൾ രഹസ്യമായിട്ട് മധുരയിൽ പോയിട്ട് വിവാഹം കഴിച്ചായിട്ട് അറിഞ്ഞിരിക്കണം. നമ്മൾ തമ്മിൽ വിവാഹം കഴിച്ചെന്നോ? എവിടെ വെച്ച്? നീ എന്ത് ഉറക്കപ്പിച്ചായി വിളിച്ചു പറയുന്നേ? അതെ, വെറുതെ നാടകമൊന്നും കളിക്കണ്ട. ഞങ്ങൾ ഇന്നലെ വന്നപ്പോ നിങ്ങളുടെ അയൽപക്കക്കാരായ ചേച്ചിമാരെല്ലാം പറഞ്ഞു. വിഷ്ണു സാർ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന കാര്യം അടക്കം പറഞ്ഞു. വെറുതെ ഇല്ലാത്തത് പറയരുത്. ഇല്ലാത്തൊന്നുമല്ല, നിങ്ങളുടെ മകള് മധുരയ്ക്ക് പോയത് വിഷ്ണു സാറും രേഷ്മയായിട്ടുള്ള കല്യാണം നടത്താനാ. ദൈവമേ, ഇനി ഒന്നും വിളിക്കണ്ട, ഞങ്ങളോട് അവരെല്ലാം പറഞ്ഞു. എന്താ മോളെ, എന്താ ഇവരീ പറയുന്നൊക്കെ? പിന്നെ മധുരയിൽ പോയത് എന്തിനാ? ഓ, അപ്പൊ അതാണ് കാര്യം. പണിയൊപ്പിച്ചത് എന്റെ അയൽവക്കത്തെ സ്നേഹനിധികളായ ചേച്ചിമാര് തന്നെയാ. അവരിപ്രാവശ്യം ബലിയാടാക്കിയത് പാവം വിഷ്ണുവിനെ. കാര്യങ്ങളെല്ലാം ഏറെക്കുറെ അറിഞ്ഞതിനു ശേഷം ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇനി നുണകള് കണ്ടുപിടിച്ച് പറഞ്ഞ് ബുദ്ധിമുട്ടണമെന്നില്ല. പക്ഷേ അത് പോരല്ലോ മേഡം. ആരോപണത്തിൽ എന്റെ പേരും കൂടി ചേർത്താവുമ്പോ ഞാൻ മധുരയ്ക്ക് പോയത് എന്തിനാണെന്ന് നിങ്ങളെ തീർച്ചയായും അറിയിക്കേണ്ട ഒരു കടമ എനിക്കുണ്ട്. വിഷ്ണു എന്റെ കുട്ടിക്കാലത്തെ സുഹൃത്താ. ഇവൻ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എന്നുവെച്ച് വെറുതെ ഒരാളെ ബലിയാടാക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നിങ്ങൾക്കെല്ലാം അറിയേണ്ടത് ഞാൻ മധുരയ്ക്ക് പോയത് എന്തിനാണ്, കൂടെ കൂടെ ഇവിടെ വന്നോണ്ടിരിക്കുന്നത് ആരാണ്, അല്ലേ? ഈ രണ്ട് ചോദ്യങ്ങൾക്കും ഒരൊറ്റ ഉത്തരേ ഉള്ളൂ. അത് വിഷ്ണു അല്ല. ഇവിടെ വന്നോണ്ടിരുന്നതും ഞാൻ മധുരയ്ക്ക് പോയതും ദാ ഇവന്റെ കൂടെയാ. പക്ഷേ ഈ സംശയം ആളുകളുടെ മനസ്സിനെ കൊല്ലുന്ന ഒന്നാ, കുടുംബം തകർക്കുന്ന ഒന്ന്. ഞാനും ഇവനും മധുരയ്ക്ക് പോയത് ഞങ്ങളുടെ ലക്ഷ്മി ഗാർമെന്റ്സിലേക്ക് തുണിയെടുക്കാനാ. സംശയം തീർക്കാനായിട്ട് ആ കടയുടെ അഡ്രസ്സും തുണികൾ പർച്ചേസ് ചെയ്തതിന്റെ ബില്ലും കാണിക്കണോ? കാണിക്കണമെങ്കിൽ കാണിക്കാം. ഭർത്താവ് ഉപേക്ഷിച്ച പെണ്ണിനെ ഈ സമൂഹ സ്വാതന്ത്ര്യത്തോടെ പണിയെടുത്ത് ജീവിക്കാൻ സമ്മതിക്കില്ല. അത് ഈ സമൂഹത്തിന്റെ ശാപം. വില കുറഞ്ഞ ചിന്തകളുടെ തീരാ ശാപം. പക്ഷേ അതിൽ വിദ്യാഭ്യാസവും എന്തിനേയും തരണം ചെയ്യാനുള്ള പ്രാപ്തിയും കഴിവുമുള്ള മാഡം പെട്ടുപോയതിലാ എനിക്ക് അത്ഭുതം. ഇതകത്തേക്ക് കൊണ്ടുപോയി വെച്ചോ. അടുക്കി പറക്കലൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം. ആരും ഇല്ലാത്തവൾക്ക് അനിയനെ പോലെ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരുത്തിനെ കിട്ടി. നാട്ടുകാരെന്തും പറഞ്ഞോട്ടെ, എനിക്കറിയാലോ എന്നെ. അപ്പൊ കാര്യങ്ങളെല്ലാം തെളിവ് സഹിതം മനസ്സിലാക്കിയ സ്ഥിതിക്ക് എനിക്ക് എന്റെ ഭാര്യയോട് ഒറ്റ കാര്യം ചോദിക്കണം. ചോദിക്കട്ടെ?
വേദനിച്ചോന്നാ ഞാൻ ചോദിച്ചേ? വേദനിച്ച് കാണില്ല. കാരണം കുറച്ച് മണിക്കൂറുകളായിട്ട് ഞാൻ അനുഭവിച്ച വേദനയുടെ ഒരു അംശം പോലും തിരിച്ചു തരാൻ എനിക്ക് സാധിക്കില്ല. മാഡത്തിന്റെ ജോലിയെങ്കിലും മാനിക്കേണ്ടതല്ലേ? അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ അടിച്ചേ. അതുകൊണ്ട് തന്നെയാ. എടി, ഇവൾ എന്റെ ഭാര്യ മാത്രമല്ല, ഈ ജില്ല ഭരിക്കുന്ന കളക്ടർ കൂടിയാ. ഇതുപോലെയുള്ള പ്രശ്നങ്ങൾക്ക് ഉചിതമായിട്ടുള്ള പരിഹാരം കാണേണ്ടവളവള്. ഇവിടെ ചില വീട്ടമ്മമാരെ പോലെ ചിന്തിക്കാനോ അധപതിക്കാനോ പാടില്ല. അതിനെ തന്നെ ഞാൻ അവളെ തല്ലിയത്. എടി, എന്നെ സംശയിച്ചാൽ എനിക്ക് പരിഭവ സങ്കടം ഒന്നുമില്ല. പക്ഷെ ഒരു വാക്ക് എന്നോട് ചോദിക്കായിരുന്നു, നീ എന്റെ ആരാന്ന്. അവള് ചോദിച്ചോ? നീ മാറ്. ഈ ഒരൊറ്റ കാരണം കൊണ്ടാ നീ എന്നോട് മിണ്ടായിരുന്നേ. ഇതിന് പകരമായിട്ട് ഒരു ജന്മം മുഴുവൻ എനിക്ക് നിന്നോട് മിണ്ടായിരിക്കാൻ കഴിഞ്ഞേക്കും. കാര്യം എന്താണെന്നറിയോ? ചങ്കായിട്ട് കരുത ഒരു ചങ്കിലി കത്തി കുത്തി കയറ്റുമ്പോ ഉണ്ടാവുന്ന ആ വേദന ഉണ്ടല്ലോ, അതാ ഞാനിപ്പോ അനുഭവിക്കുന്ന ആ വേദന. അത് നിനക്ക് പറഞ്ഞ മനസ്സിലാവില്ല. ഈ വേദനയ്ക്ക് മരുന്നില്ലെന്ന് എനിക്കറിയാം. പക്ഷെ എവിടെയെങ്കിലും പോയിട്ട് മനസ്സ് തുറന്നിരുന്ന് കരഞ്ഞു നോക്കട്ടെ. ചിലപ്പോ അല്പം ആശ്വാസം കിട്ടിയാലോ? വിഷ്ണുട്ടാ